വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യന്റെ ഈ ഭൗതിക ജീവിതത്തിലെ അധർമ്മത്തെ ഇല്ലായ്മ ചെയ്ത് ധർമ്മത്തെ സ്ഥാപിക്കാനുള്ള, അതിനെ സംസ്കരിച്ചെടുക്കുന്നതിനുള്ള ഒരു വഴിയായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഉപമിക്കാൻ കഴിയുക, ഇന്നിപ്പോ ആത്മീയതയുടെ പേരിൽ നമുക്ക് കാണുവാൻ കഴിയും എല്ലാ മതസമൂഹങ്ങളിലും ധാരാളം കാട്ടിക്കുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹാവഭാവങ്ങളും അല്ലെ പല സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ആത്മീയതയുടെ പേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ജീവിതത്തെ സംസ്കരിക്കാൻ പലപ്പോഴും പര്യാപ്തമാകുന്നില്ല എന്നാണ്. അതേതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പൗരോഹിത്യം മാനവ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ആത്മീയതയും പ്രവാചകന്മാരിലൂടെ പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന് പച്ചവെള്ളത്തിൽ എണ്ണ ഒഴിച്ചതുപോലെയാണ്. എന്ന് പറഞ്ഞാൽ പച്ചവെള്ളത്തിൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും ഇങ്ങനെ വേറിട്ട് നിൽക്കും. ഇത് രണ്ടും ഒരു കാരണവശാലും ചേർന്നു പോവുകയില്ല. ഇതുപോലെ ആത്മീയതയും ഭൗതിക ജീവിതവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത വിധത്തിലാണ് ഇന്ന് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് പ്രവാചകന്മാർ പഠിപ്പിച്ച ആത്മീയതയുടെ പ്രത്യേകത, അത് പച്ചവെള്ളത്തിൽ തേനൊഴിച്ചതുപോലെയാണ്. അതതിലങ്ങോട്ട് ചേരുകയും അതതിലങ്ങോട്ട് ലയിച്ച് അതിന്റെ ഓരോ അംശങ്ങളിലും ചേർന്നുകൊണ്ട് അതിനെ മധുരതരമാക്കി മാറ്റുമെന്നതാണ്. എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ധാർമ്മികമായ മര്യാദകൾ പാലിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കും എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ അർത്ഥത്തിൽ മനുഷ്യൻ അവന്റെ ധാർമ്മികമായ മൂല്യങ്ങൾ പാലിച്ച് ജീവിക്കാൻ, അതിനുള്ള ദൈവബോധം അവരിൽ നിലനിൽക്കാൻ അനുഷ്ഠാനങ്ങൾ വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ അനുഷ്ഠാനങ്ങൾ ലക്ഷ്യമായിട്ടല്ല, അത് ആത്മസംസ്കരണത്തിലുള്ള മാർഗമായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അങ്ങനെ സ്രഷ്ടാവുമായി മനുഷ്യന് നിരന്തരമായ ബന്ധം, ആത്മബന്ധം നിലനിൽക്കണമെന്നാണ്. പക്ഷേ ആ സ്രഷ്ടാവുമായുള്ള ബന്ധം അർത്ഥവത്താകണമെങ്കിൽ സൃഷ്ടികളുമായുള്ള ബന്ധത്തിലൂടെ അത് സാധ്യമാവുകയുള്ളൂ എന്നാണ്. ഇത് സ്രഷ്ടാവുമായുള്ള ബന്ധം അർത്ഥവത്താകുന്നത് സൃഷ്ടികളിലൂടെ മാത്രമാണ് എന്നാണ്. സൃഷ്ടികളെ അവഗണിച്ചുകൊണ്ട് സ്രഷ്ടാവിലേക്ക് വഴിയില്ല എന്നാണ്. പ്രവാചകനോട് ഒരിക്കൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത, കടപ്പാട് ആരോടാണ്? ഉടനെ തന്നെ പ്രവാചകന്റെ മറുപടി, നിനക്ക് നിന്റെ അമ്മയോടാണ്. രണ്ടാമത് ചോദിച്ചു, അതിനുശേഷം പിന്നെ ആരോടായിരിക്കും കൂടുതൽ കടപ്പാട്? അപ്പോഴും പറഞ്ഞു നിന്റെ അമ്മയോടാണ്. മൂന്നാമത് ചോദിച്ചപ്പോഴും പറഞ്ഞു നിന്റെ അമ്മയോടാണ്. നാലാമത് ചോദിച്ചപ്പോൾ പറഞ്ഞു നിന്റെ പിതാവിനോടാണ്. ആദ്യത്തെ 3 തവണയും ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ കടപ്പാട് മാതാവിനോടാണെന്ന് ആവർത്തിച്ച് പറയാൻ കാരണം പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നത് 3 കാര്യത്തിൽ മാതാവ് ഒരാൾക്ക് വേണ്ടി പൊതുവിൽ കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നു എന്നതാണ്. ഒന്ന്, 10 മാസക്കാലം ഗർഭം ചുമന്ന് നടക്കുന്നു. അതോടൊപ്പം നൊന്ത് പ്രസവിക്കുന്നു. ഊണും ഉറക്കവും ഒഴിച്ച് ആ ഇളം പ്രായത്തിൽ ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് മാതാവ്. അതുകൊണ്ട് മാതാവിനോടുള്ള കടപ്പാട് വളരെ വലുതാണ്. മാതാവിന്റെ കാൽപാദത്തിനടിയിലാണ് സ്വർഗം എന്ന് പോലും പഠിപ്പിക്കപ്പെട്ടത് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, മാതാവിനെ അവഗണിച്ചുകൊണ്ട് സ്രഷ്ടാവിന്റെ പ്രീതി ഇല്ല എന്നതാണ്. ഇത് മാതാവിനെ അവഗണിച്ചുകൊണ്ട് ഒരു ദൈവപ്രീതി എന്ന് പറയുന്ന ഒന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. പിന്നെ പറഞ്ഞു പിതാവിനോട്. പ്രവാചകന്റെ അടുത്ത് വന്ന് ഒരാൾ പരാതി പറയുന്നുണ്ട്, പ്രവാചകരെ, എന്റെ പിതാവ് ഞാൻ അറിയാതെ എന്റെ കാശെടുക്കുന്നുണ്ട്. ഉടനെ തന്നെ പ്രവാചകന്റെ മറുപടി, നീയും നിന്റെ സമ്പത്തും നിന്റെ പിതാവിൻ്റെതാണ്. മാത്രമല്ല പിതാവിനോട് പറയുന്നു, താങ്കളുടെ കാര്യത്തിൽ താങ്കളുടെ മകൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ വിവരം അറിയിക്കണമെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കടപ്പാടുകൾ പാലിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ പറയുന്നുണ്ട്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ടെന്നവൻ സത്യവിശ്വാസിയല്ല. അപ്പൊ ദൈവവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമുണ്ടെന്ന് പറയലോ ചില ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കലോ അല്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണൽ യഥാർത്ഥത്തിൽ ദൈവനിഷേധമാണ് എന്നാണ്. അപ്പൊ ദൈവനിഷേധം എന്ന് പറയുന്നത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കണക്കാക്കപ്പെടുന്നത് എന്നാണ്. സൃഷ്ടികളോടുള്ള ബാധ്യത പൂർത്തീകരിക്കുമ്പോഴാണ് ഒരാളുടെ ദൈവവിശ്വാസം യഥാർത്ഥത്തിൽ പൂർണ്ണതയിൽ എത്തുന്നത് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരു റഷ്യൻ ചിന്തകൻ ഒരു സന്ദർഭത്തിൽ ആത്മീയതയെ വിശകലനം ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ വിശക്കുമ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കുന്നത് തികച്ചും ഭൗതികമായ ഒരു കാര്യമാണ്. എന്നാൽ എൻ്റെ അയൽവാസിക്ക് വിശക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുകയും അത് പരിഹരിക്കാൻ ഞാൻ ശ്രമം നടത്തുകയും ചെയ്യുമ്പോൾ അതാകുന്നു ആത്മീയത എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആത്മീയതയാണ് ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. മാനവ സമൂഹത്തിലേക്ക് തിരിച്ചെടുക്കേണ്ടത് ഈ പറയുന്ന മനുഷ്യപ്പറ്റുള്ള ഈ ഒരു ആത്മീയതയാണ്. ആ അർത്ഥത്തിൽ മാനവ സമൂഹത്തിൽ ഈ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആത്മീയതയെ തിരിച്ചെടുത്തുകൊണ്ട് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്ത് എന്ന് പഠിപ്പിച്ചുകൊണ്ട് മാനവ സമൂഹത്തെ ധർമ്മത്തിലേക്ക്, നേർവഴിയിലേക്ക് നയിക്കേണ്ടതുണ്ട് എന്ന്. എല്ലാ മേഖലകളിലും മനുഷ്യൻ ചില വിധിവിലക്കുകൾ പാലിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ദുരന്തം മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുമെന്നാണ്.
ഈ വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചാൽ, ഇപ്പൊ സ്രഷ്ടാവിനെ പൂജിക്കാം, പക്ഷെ സൃഷ്ടികളെ പൂജിക്കരുത് എന്നാണ്. അല്ലെ, വെള്ളം കുടിക്കാം, പക്ഷെ കള്ള് കുടിക്കരുത് എന്നാണ്. ചായ കുടിക്കാം, പക്ഷെ ചാരായം കുടിക്കരുത് എന്നാണ്. വിവാഹം കഴിക്കാം, പക്ഷെ വ്യഭിചരിക്കരുത് എന്നാണ്. കച്ചവടം ചെയ്യാം, പക്ഷെ പലിശ വാങ്ങരുത് എന്നാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വിധിവിലക്കുകളുണ്ട്. ആ വിലക്കപ്പെട്ട ഓരോ വിധികളും മനുഷ്യൻ ലംഘിക്കുമ്പോൾ അതിന്റെ ദുരന്തങ്ങൾ മാനവ സമൂഹം അനുഭവിക്കുകയും ചെയ്യും എന്നത് ഒരു യാഥാർത്ഥ്യവും വസ്തുതയുമാണ്. എല്ലാ മേഖലകളിലും ഇത് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഈ അർത്ഥത്തിൽ എന്ത് വേണം? സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് എന്ന്. ഒരു ബസ്സിൽ യാത്ര പോകുന്ന സമയത്ത് 2 തരത്തിലുള്ള ടിക്കറ്റുമായിട്ട് ആളുകൾ വരും. നാട്ടിലൊക്കെ നമുക്ക് സ്ഥിരമായി കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അതിലൊന്ന്, യാത്രക്കാരൻ യാത്ര പോകുന്ന സമയത്ത് ബസ് കണ്ടക്ടർ ടിക്കറ്റുമായിട്ട് വരും. ദൈവിക അധ്യാപനം അനുസരിച്ച് അങ്ങനെ ടിക്കറ്റ് എടുത്ത് കാശ് കൊടുത്ത് യാത്ര ചെയ്യാവൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് കാശ് കൊടുത്തേ ബസ്സിൽ യാത്ര ചെയ്യാവൂ. അതേസമയത്ത് ലോട്ടറി ടിക്കറ്റ് വിതരണക്കാരനും വരും. ആ ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ അത് വാങ്ങുന്നത് നിഷിദ്ധവുമാണെന്ന്. ഞാൻ പറഞ്ഞ ഒരു ദൈവികാധ്യാപനങ്ങളിൽ ഇടപെടുന്നത് ജീവിതത്തിന്റെ നിഖില തലങ്ങളിലുമാണ്. അപ്പോ ബസ്സിൽ യാത്ര പോകുമ്പോൾ കണ്ടക്ടറിൽ നിന്ന് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുക്കൽ നിർബന്ധവും, എന്നാൽ ലോട്ടറി ടിക്കറ്റ് എടുക്കൽ നിഷിദ്ധവുമാണ്. ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന ഭക്തനും ഭണ്ഡാരപ്പെട്ടി കുത്തി തുറന്ന് കാശെടുക്കുന്ന കള്ളനും അടിസ്ഥാനപരമായി തുല്യരാണെന്നാണ്. ഇങ്ങനെയുണ്ടല്ലോ, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും മനുഷ്യത്വത്തിന്റെ ഒരു താല്പര്യത്തെ ഉണ്ടാക്കിയെടുക്കലാണ് യഥാർത്ഥത്തിൽ ആത്മീയതയുടെ പ്രസക്തി എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ മാനവ സമൂഹത്തെ സംസ്കരിക്കുന്നതിന് നിശ്ചയിക്കപ്പെട്ട ആത്മീയതയുടെ കാലഘട്ടത്തിന്റെ പ്രസക്തി എന്ത് എന്ന് ശരിക്കും നമ്മൾ വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ മനുഷ്യൻ അവന്റെ ഓരോ ചുവടുവെപ്പുകളിലും ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും സൂക്ഷ്മത പാലിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞത് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദഗ്രന്ഥങ്ങളുടെ അധ്യാപനം അനുസരിച്ച്, പ്രമാണങ്ങളുടെ അധ്യാപനം അനുസരിച്ച് മനുഷ്യന്റെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് നശ്വരമാണെന്ന്. ഇത് ഒരു പരീക്ഷണമാണ്, ദൈവത്തിന്റെ നിരീക്ഷണത്തിന് വിധേയമാണെന്നാണ്. മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുകയല്ല, ജീവിതത്തിന് പുതിയൊരു ഘട്ടം ആരംഭിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടെന്ന് വേദഗ്രന്ഥങ്ങളൊക്കെയും പ്രവാചകന്മാരൊക്കെയും മനുഷ്യനെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. അത് പറയുമ്പോൾ ഒരു പക്ഷേ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സംശയിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ട വിശ്വാസമാണ് മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടെന്ന വിശ്വാസം. കാരണം അതേക്കുറിച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവ്യക്തതകൾ ധാരാളം ഉണ്ട് എന്നതാണ്. പക്ഷെ അതുകൂടി വെച്ചുകൊണ്ട് ജീവിതത്തെ ചില വിശകലനങ്ങൾക്ക് നമുക്ക് വിധേയമാക്കാൻ കഴിയേണ്ടതുണ്ട്. അപ്പൊ സാധാരണ മനുഷ്യന്റെ പല സവിശേഷതകളിൽപ്പെട്ട ഒരു സവിശേഷതയാണ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, കാര്യത്തിൽ നിന്ന് കാരണം കണ്ടെത്താനുള്ള കഴിവ്. അത് വെച്ചുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ കണ്ടതുകൊണ്ടല്ല, സൃഷ്ടികളെ കണ്ടുകൊണ്ട് സൃഷ്ടാവിനെ അറിയുന്നു എന്നതുപോലെ മനുഷ്യന്റെ മറ്റൊരു സവിശേഷതയാണ് ലക്ഷണങ്ങളിൽ നിന്ന് ഫലം കണ്ടെത്താനുള്ള കഴിവ്. ഈ ലക്ഷണങ്ങളിൽ നിന്ന് ഫലം കണ്ടെത്താനുള്ള കഴിവ് വെച്ചുകൊണ്ട് ജീവിതത്തെ നോക്കി കാണുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിനെ യഥാർത്ഥത്തിൽ തന്നെ മറ്റൊരു തലം കൂടി, അല്ലെങ്കിൽ മറ്റൊരവസ്ഥ കൂടി, മറ്റൊരു സന്ദർഭം കൂടി ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ്. ഇവിടുത്തെ ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ജീവിതകഥ അപൂർണമാണെന്നാണ്. അത് പൂർണ്ണമാകുന്ന മറ്റൊരു ഘട്ടം ഉണ്ടാവേണ്ടതുണ്ടെന്ന് ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അതൊന്നുകൂടി വിശകലനം ചെയ്യാൻ ഒരു ഉദാഹരണം പറയാം. എന്ന് പറഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതം കൂടി ഉണ്ടെന്ന കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ജീവിതത്തെ വിശകലനം ചെയ്യുമ്പോൾ ജീവിതത്തിന് 3 ഘട്ടങ്ങൾ ഉണ്ടാവും. ആ 3 ഘട്ടങ്ങളിൽ ഒന്നാമത്തെ ഘട്ടം മാതാവിന്റെ ഗർഭാശയത്തിലുള്ള 10 മാസക്കാലത്തെ ജീവിതമാണ്. അതിനേക്കാൾ ദൈർഘ്യമുള്ള ജീവിതമാണ് ഇഹലോക ജീവിതം, ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല ജീവിതം. ഇനി വരാനിരിക്കുന്നത് അതിനേക്കാൾ ദൈർഘ്യമുള്ള മറ്റൊരു ജീവിതമാണ് എന്നാണ്. ഇതിൽ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടെന്ന കാര്യവും അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു തിട്ടവുമില്ല, ധാരണയുമില്ല. എന്ന് മാത്രമല്ല, ഒന്നാം ഘട്ട ജീവിതത്തെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയുമില്ല. നമ്മളെല്ലാവരും ഒരു ഘട്ടത്തിൽ ഏതാണ്ട് ഒരു 10 മാസക്കാലം മാതാവിന്റെ ഗർഭാശയത്തിൽ ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആർക്കും അത് ഓർമ്മയില്ല. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ സ്ത്രീകൾ ഗർഭം ധരിക്കുന്നു, പ്രസവിക്കുന്നു എന്ന ഒരു പ്രക്രിയ നടക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ ഒരു ഉദാഹരണവും നമ്മളുടെ മുമ്പിലില്ല, ഒരു നിർവാഹവും നമുക്കുണ്ടാവുകയില്ല. പക്ഷെ അങ്ങനെ ഒരു ഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ആ ഘട്ടത്തിലേക്ക് നമ്മളൊന്ന് പരിശോധിച്ചാൽ അവിടുത്തെ ലക്ഷണങ്ങൾ പറയുന്നത് അത് അവിടേക്ക് വേണ്ടിയല്ല, അതിനൊരു 2ാം ഘട്ടം ഉണ്ട് എന്നാണ്.
ഗർഭാശയത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിന് കണ്ണുകൾ രൂപപ്പെടുന്നത് കാണാൻ വേണ്ടിയാണ്. അപ്പൊ കണ്ണുകൾ ഗർഭാശയത്തിൽ വെച്ച് കാണാൻ കഴിയില്ല. അപ്പൊ കണ്ണുകൾ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഉദ്ദേശം പൂർത്തിയാവണമെങ്കിൽ തീർച്ചയായും ആ ഘട്ടം, ആ അവസ്ഥ അതിന് പര്യാപ്തമല്ല. അതിന്റെ അർത്ഥം എന്താണ്? അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവിടേക്ക് വേണ്ടിയല്ല, അത് മറ്റേതോ ഒരു ഘട്ടത്തിലേക്ക് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഒന്നാം ഘട്ടത്തിന്റെ ലക്ഷണം പറയുന്നത് അത് അവിടേക്കല്ല, അത് മറ്റൊരു സന്ദർഭത്തിലേക്കാണ്. ഒരു രണ്ടാം ഘട്ടത്തിന്റെ തെളിവ്, ന്യായം അതിലുണ്ട് എന്നതാണ്. അപ്പൊ കാലുകൾ നടക്കാൻ വേണ്ടിയാണ്, ഗർഭാശയത്തിലൂടെ നടക്കാൻ കഴിയൂല. അല്ലെ, ഗർഭാശയത്തിലൂടെ നടക്കാൻ കഴിയൂല. അതിന്റെ അർത്ഥം കാലുകൾ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഉദ്ദേശം പൂർത്തിയാവണമെങ്കിൽ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് വരേണ്ടതുണ്ട് എന്നതാണ്. അല്ലെ, പൊക്കൾക്കൊടി ഒഴിച്ച് ശരീരത്തിൽ കാണുന്ന മിക്ക അവയവങ്ങളുടെയും സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം പൂർത്തിയാവണമെങ്കിൽ അത് ഗർഭാശയമാകുന്ന ഒന്നാം ഘട്ടത്തിൽ നിന്ന് രണ്ടാം ഘട്ടത്തിലേക്ക് വരേണ്ടതുണ്ട് എന്നതാണ്. അതാണ് ലക്ഷണങ്ങൾ പറയുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ഗർഭാശയത്തിൽ കിടക്കുന്ന ഒരു കുട്ടിയോട് ആശയവിനിമയം നടത്താൻ കഴിയുന്നു എന്ന് സങ്കല്പിക്കുക. കുട്ടിയോട് പറയുകയാണ്, മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടെന്ന് നമ്മളോട് പറയുന്നത് പോലെ, മോനെ ഇതല്ല കേട്ടോ നിന്റെ ജീവിതം, നീ ഇവിടെയല്ല യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടത്, നീ ഇന്നല്ലെങ്കിൽ നാളെ ഭൂമിയിലേക്ക് പോകും. അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് നിന്റെ കണ്ണുകൊണ്ട് കാണാം, കാത് കൊണ്ട് കേൾക്കുവാനും കാല് കൊണ്ട് നടക്കുവാനും കഴിയും. എന്നിട്ട് ഇവിടുത്തെ പഴങ്ങളും പച്ചക്കറികളും ഇവിടുത്തെ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്താലും ഇതൊന്നും ഇവനെ ബോധ്യപ്പെടണമെന്നില്ല. പക്ഷെ അവന്റെ പ്രകൃതം തേടുന്നതൊക്കെയും ഈ ലോകത്തെയാണ്. ആ പ്രകൃതിക്ക് ഒരു താല്പര്യമുണ്ട്. അങ്ങനെ നിഷേധിച്ചാലും ശരി, ഒരു ദിവസം പുറന്തള്ളപ്പെടുന്നു. അല്ലെ, വെപ്രാളപ്പെട്ട് ഈ ഭൂമിയിലേക്കും കൊണ്ട് പിറന്നു വീഴുമ്പോൾ സംഭവിക്കുന്നതോ, ഇങ്ങോട്ട് പിറന്നു വീഴുന്നതോടുകൂടി ഒരു പുതിയ ഘട്ടത്തിലേക്ക്, ഗർഭാശയത്തിൽ പൂർത്തിയാവാത്ത തന്റെ പ്രകൃതിയുടെ താല്പര്യങ്ങൾ പൂർത്തിയാവുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇങ്ങോട്ട് എത്തിപ്പെടുകയാണ്. അങ്ങനെ ഈ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് ജനിച്ചു വീണ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് വെച്ചുകൊണ്ട് ഈ ലക്ഷണങ്ങൾ പറയുന്നത് എന്തെന്ന് കൂടി നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. കാരണം ഓരോന്ന് സൃഷ്ടിക്കുമ്പോഴും ഓരോന്നിനും ഓരോ തേട്ടങ്ങൾ ഉണ്ടാവും. ആ തേട്ടങ്ങൾ പൂർത്തീകരിക്കാനുള്ള സംവിധാനങ്ങളും പ്രകൃതിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ കണ്ണിന്റെ തേട്ടം നോട്ടമാണ്, അത് സാക്ഷാത്കരിക്കാൻ പറ്റുന്നതായ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടെന്നതാണ്. കാതിന്റെ തേട്ടം കേൾവിയാണ്, അത് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം യഥാർത്ഥത്തിൽ ഇവിടെ പ്രകൃതിയിൽ ഉണ്ട് എന്നതാണ്. ഇങ്ങനെ എല്ലാത്തിനും ഓരോ തേട്ടങ്ങളുണ്ട്, അത് പൂർത്തീകരിക്കാൻ സംവിധാനവും ഉണ്ട്. എങ്കിൽ ഇനി നമ്മൾ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ട് ഒരു കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് ജനിച്ചു വീണ മനുഷ്യൻ രണ്ട് രീതിയിലാണ് പൊതുവിൽ സാധാരണ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ വളരെ നല്ല മനുഷ്യരായി, സാത്വികരായി, ധാർമ്മിക മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കുമ്പോൾ വേറെ കുറെ ആളുകൾ അധർമ്മികളായി, താന്തോന്നികളായി ജീവിച്ചുകൊണ്ട് അവരും മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്തവനാണെങ്കിലും സൽക്കർമ്മിയാണെങ്കിലും ദുഷ്കർമ്മിയാണെങ്കിലും മരണം ഉറപ്പാണ്. പക്ഷെ ആ മരണത്തോടു കൂടി എന്ത് എന്നത് പിന്നെ നമ്മൾ ഈ ലക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത്, ഇത് വിശകലനം ചെയ്യേണ്ടത് ഒരു കാര്യമാണ്. കാരണം ദൈവം മനുഷ്യന് കണ്ണ് നൽകിയതുപോലെ കാതുകളും കാലുകളും നൽകിയതുപോലെ മനുഷ്യന് നീതിബോധം എന്ന് പറയുന്ന, ധർമ്മബോധം എന്ന് പറയുന്ന ഒന്നുകൂടി നൽകിയിട്ടുണ്ട്. ആ നീതിബോധത്തിന്, ധർമ്മബോധത്തിന് ഒരു തേട്ടമുണ്ട്. ആ ധർമ്മബോധത്തിന്റെ തേട്ടം എന്ത് എന്ന് ഒരു ഉദാഹരണത്തിലൂടെ പറയുമ്പോൾ അത് കൃത്യമായിട്ട് വ്യക്തമാകുമെന്ന് തോന്നുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ ഉത്തരം ഞാൻ പറയാതെ തന്നെ അറിയാതെ ഈ കൂടിയിരിക്കുന്ന നിങ്ങൾ തന്നെ പറഞ്ഞു പോകും. കാരണം നിങ്ങൾക്കൊക്കെ ഈ മനസാക്ഷി ഉണ്ട് എന്നതുകൊണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു നല്ല സൽക്കർമ്മിയായ ഒരു മനുഷ്യന് ആ മനുഷ്യൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം എന്ന നിലയ്ക്ക് ലഭിക്കേണ്ടത് ശിക്ഷയല്ല, അതിന് പകരം രക്ഷയാണ്. ഈ രക്ഷയാണെന്ന് ഞാൻ പറയുന്ന ഉത്തരം ഞാൻ പറയേണ്ടതില്ല, നിങ്ങളൊക്കെ അറിയാതെ പറഞ്ഞു പോകുമെന്നതാണ്. ഒരു ദുഷ്കർമ്മിയായ മനുഷ്യന് ആ ചെയ്ത കർമ്മത്തിന്റെ ഫലം എന്ന നിലയ്ക്ക് ലഭിക്കേണ്ടത് രക്ഷയല്ല, അതിന് പകരം ശിക്ഷയാണെന്ന ഉത്തരം ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾ പറഞ്ഞിരിക്കും, മനസാക്ഷിയുള്ളവരൊക്കെയും അത് പറഞ്ഞിരിക്കും എന്നതാണ്. ഒരു നിരപരാധിക്ക് ലഭിക്കേണ്ടത് അനീതിയല്ല, അതിന് പകരം നീതിയാണ്. ഇത് ഏതൊരു അക്രമിയും പറഞ്ഞു പോകുമെന്നതാണ്. കാരണം കണ്ണിന് നോട്ടം ഒരു തേട്ടമാക്കിയതുപോലെ നീതിബോധത്തിന് ഒരു തേട്ടം നിർണയിച്ചിരിക്കുന്നു എന്നതാണ്. ആ തേട്ടം മനുഷ്യരിൽ ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ അക്രമികൾക്ക് ശിക്ഷ നൽകുവാനും നിരപരാധികൾക്ക് നീതി നൽകുവാനും സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത്. കാരണം ഈ തേട്ടത്തിന്റെ പൂർത്തീകരണത്തിനുള്ള മനുഷ്യന്റെ താല്പര്യത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് കോടതിയും വിചാരണാ സംവിധാനങ്ങളും ശിക്ഷാ സമ്പ്രദായങ്ങളും ഒക്കെ മനുഷ്യൻ ഏർപ്പെടുത്തുന്നത്. പക്ഷേ മനുഷ്യനുണ്ടാക്കുന്ന കോടതിയുടെ പ്രത്യേകത ആത്മഹത്യയെ കൊലപാതകമാക്കാനും കൊലപാതകത്തെ ആത്മഹത്യയാക്കാനും അധികാരവും പദവിയും ഉണ്ടെങ്കിൽ ഒരു പ്രയാസവുമില്ല. അതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീതിബോധത്തിന്റെ ഈ തേട്ടം അവിടെ പൂർത്തീകരിക്കൽ അസാധ്യവുമാണ്. എന്ന് മാത്രമല്ല, ഒരു രണ്ട് സംഭവം വെച്ചുകൊണ്ട് ഒരു കാര്യം വിശകലനം ചെയ്യുമ്പോൾ അതൊന്നുകൂടി കൃത്യമാവും. ഒന്ന്, ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു വീട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്.
ആ കത്തിക്കൊണ്ടിരിക്കുന്ന വീടിനകത്ത് അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അതിലേക്ക് അങ്ങോട്ട് ഓടിക്കയറുന്നു. അങ്ങനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹവും അതിൽ